Hello everyone, welcome to XandY Learning. കേരളത്തിലെ ഒരാഴ്ചയായുള്ള ചർച്ചാ വിഷയം കൊച്ചിയാണ്. കൊച്ചിയിലെ ബ്രഹ്മപുരത്തെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തവും അതിൽ നിന്നുയരുന്ന വിഷപ്പുകയുമാണ് നമ്മുടെ TV ആകട്ടെ സോഷ്യൽ മീഡിയ ആകട്ടെ അതിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ഒരല്പം മാലിന്യം കത്തിച്ചാൽ എന്താണ് ഇത്ര വലിയ പ്രശ്നം? അതിൻ്റെ ദുരന്ത ഫലങ്ങൾ എന്തെല്ലാമാണ്? എങ്ങനെയാണ് അവയെ സംസ്കരിക്കേണ്ടത്? ഇത്തരം ദുരന്തങ്ങളിൽ നിന്നെല്ലാം നമുക്ക് എങ്ങനെ മാറി നിൽക്കാൻ സാധിക്കും? തുടങ്ങിയ ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ദിവസവും 390 ടൺ കണക്കിന് മാലിന്യങ്ങളാണത്രേ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ എത്തുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. അവ ചൂട് കാരണം കത്തിയതാണ് ഈ തവണത്തെ പ്രശ്നത്തിന് കാരണമായി തീരുന്നത്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള മാലിന്യങ്ങളിൽ പ്രധാനപ്പെട്ടതുണ്ടാവുക പ്ലാസ്റ്റിക്കുകൾ തന്നെയാണ്. ആ പ്ലാസ്റ്റിക് ബോട്ടിലുകളും ബാഗുകളും പാക്കേജുകളും ഒക്കെ ആയിട്ടുള്ള ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഇവയെ മണ്ണിൽ ലയിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, പ്ലാസ്റ്റിക്കുകൾ നോൺ ബയോഡീഗ്രേഡബിൾ ആണ്. ഇത്തരത്തിലുള്ള ഏതൊരു വസ്തു എടുത്താലും നമുക്കറിയാം മണ്ണിലുള്ള സൂക്ഷ്മജീവികൾ അവയെ ലയിപ്പിക്കും. നമ്മളൊരു ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഒരു പേപ്പർ ഒരല്പകാലം മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ സൂക്ഷ്മജീവികൾ അവയ്ക്ക് ഡീകമ്പോസ് ചെയ്യുകയും അത് മണ്ണിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യും. എന്നാൽ പ്ലാസ്റ്റിക് ആവട്ടെ ബയോഡീഗ്രേഡബിൾ അല്ല, അഥവാ മണ്ണിൽ അവ സ്വാഭാവികമായി ലയിച്ചു ചേരുന്ന ഒരു വസ്തുവല്ല. അതുകൊണ്ട് തന്നെ ഇവയുടെ സംസ്കരണം എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് ആണ് കേരളം മാത്രമല്ല ലോകം മുഴുവൻ കരുതപ്പെടുന്നത്. ഇവയെ എങ്ങനെയെല്ലാം സംസ്കരിക്കാൻ നമുക്ക് സാധിക്കും? ഏറ്റവും എളുപ്പ വഴി എന്നുള്ളത് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളെ കത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ കത്തിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നുള്ളത് ഈ പറഞ്ഞ പ്ലാസ്റ്റിക്കിൽ നിന്നും വരുന്ന വിഷപ്പുക തന്നെയാണ്. ഈ വിഷപ്പുകയിൽ പോളി അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകളായിട്ടുള്ള സംയുക്തങ്ങൾ ഉണ്ടാവുകയും പ്രത്യേകിച്ച് ഡയോക്സിൻ പോലെയുള്ള സംയുക്തങ്ങൾ അവ വായുവിൽ കലരുകയും അത് മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ശ്വസനം വഴി എത്തുകയും ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരുപാട് പ്രയാസങ്ങൾ, രോഗങ്ങൾ അതിനു കാരണമായി തീരുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് കാർസിനോജനിക്കാണ്, അഥവാ ക്യാൻസറിന് കാരണമായി തീരുന്നതാണ്. ഈ പറഞ്ഞ കാർസിനോജനിക്കുകളായിട്ടുള്ള വസ്തുക്കൾ അതേപോലെ തന്നെ ഈ വിഷപ്പുക ശ്വസിക്കുന്നത് കാരണമായിട്ട് ഒരുപാട് റെസ്പിറേറ്ററി ഡിസീസസും വരുന്നു. ആസ്മ പോലെയുള്ള, ഹെഡേക്ക് പോലെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഇതുവഴി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു. ഇത്തരത്തിലുള്ള വിഷപ്പുകകൾ നമ്മൾ ശ്വസനത്തിലൂടെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തുകയും അത് രക്തത്തിൽ അലിഞ്ഞു ചേരുന്നതും കാരണമായിട്ടാണ് ഇത്തരത്തിലുള്ള റെസ്പിറേറ്ററി ഡിസീസുകൾക്കും ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കും അവ കാരണമായി തീരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ കത്തിക്കുക എന്നുള്ളത് നമ്മുടെ പ്രകൃതിക്കോ മനുഷ്യന് തന്നെയും ഒരിക്കലും അനുയോജ്യമല്ല, ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്ന ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്, ഈ പറഞ്ഞ പ്ലാസ്റ്റിക്കുകളെ നമുക്ക് ഡിസ്പോസൽ ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത് ബറി ചെയ്യുക, അതിനെ ലാൻഡ് ഫിൽ നടത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇതും ഒരിക്കലും നമുക്ക് സ്യൂട്ടബിൾ അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മണ്ണിലെ നല്ലൊരു സ്പേസ് നമുക്ക് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ കുഴിച്ചു മൂടേണ്ടി വരും. ടൺ കണക്കിന് മാലിന്യങ്ങളാണ് ഓരോ ദിവസവും മനുഷ്യൻ്റെയും അതേപോലെ ഫാക്ടറികളിൽ നിന്നെല്ലാം എത്തുന്നത്. ഇവയെല്ലാം ഒരിടത്ത് കുഴിച്ചു മൂടുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ ആയ സംഗതിയല്ല. മാത്രമല്ല അത് സോയിൽ പൊള്യൂഷനെയും മണ്ണിലുള്ള നാച്ചുറലായ മൈക്രോബുകൾ, സൂക്ഷ്മജീവികളെ അവയെല്ലാം ഹാംഫുള്ളായി ബാധിക്കുന്ന ഒരു സംഗതി കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബറിയിങ് എന്നുള്ള സംഗതി അല്ലെങ്കിൽ അവയെ കുഴിച്ചു മൂടുക എന്നുള്ള സംഗതി എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണവശാൽ ഈ പറഞ്ഞ മാലിന്യങ്ങൾ അപ്പുറത്തുള്ള നദികളിലേക്കും അല്ലെങ്കിൽ കടലിലേക്കും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അത് മണ്ണ് മലിനീകരണം മാത്രമല്ല, ഈ പറഞ്ഞ ജലമലിനീകരണത്തിന്, വാട്ടർ പൊള്യൂഷന് തന്നെയും മറ്റൊരു കാരണമായി തീരുകയും ചെയ്യും. അപ്പോൾ ബറിയിങ് എന്നുള്ള പ്രോസസ്സും നമുക്കൊരിക്കലും സൂട്ടബിൾ അല്ല. നേരെ മറിച്ചും പ്ലാസ്റ്റിക്കിനെ നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സംഗതി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ റീസൈക്ലിംഗ് വഴിയാണ്. നമുക്കറിയാം റീസൈക്ലിംഗ്, പുനഃചംക്രമണം എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള വസ്തുവിനെ നമുക്ക് മറ്റൊരു വസ്തുവാക്കി മാറ്റാം. നമുക്കറിയാം പ്ലാസ്റ്റിക്കിനെ പല രൂപത്തിലും നമുക്ക് ഡീൽ ചെയ്യാൻ സാധിക്കും. പ്ലാസ്റ്റിക്കിനെ പല രൂപത്തിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അവയെ ആവർത്തിച്ച് ഉപയോഗിക്കാം. എന്നാൽ ഇപ്പോൾ ഉദാഹരണത്തിന് വീട്ടിലേക്ക് മത്സ്യം കൊണ്ടുവന്ന ഒരു പ്ലാസ്റ്റിക് കവർ നമുക്ക് ആവർത്തിച്ച് ഉപയോഗിക്കാൻ സാധ്യമല്ല.
മറിച്ച് അവയെ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള റീസൈക്ലിംഗ് സെന്ററിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവ പരമാവധി ശുദ്ധീകരിച്ച് ഒരു ചീർപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു പെന്നായിട്ടോ മറ്റു വല്ല പ്ലാസ്റ്റിക്കിൻ്റെ ടോയ്സ് ആയിട്ടോ ഒക്കെ ആയിട്ട് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ പുനഃചംക്രമണം വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാസ്റ്റിക്കിനെ പരമാവധി വീണ്ടും വീണ്ടും ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് റീസൈക്ലിങ്ങിൻ്റെ പ്രത്യേകതയായിട്ടുള്ളത്. നമുക്കറിയാം, ഈ പറഞ്ഞ പ്ലാസ്റ്റിക്കിനെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? നമ്മൾ നോക്കിക്കാണാനുള്ള മാർഗം എന്ന് പറയുന്നത് 4R മെത്തേഡിലൂടെയാണ്. ആരാണ് ഈ പറഞ്ഞ 4R? റിഫ്യൂസ്, റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. റിഫ്യൂസ് നിരാകരിക്കുക, വേണ്ട എന്ന് പറയുക. റെഡ്യൂസ് നമ്മൾക്ക് കുറഞ്ഞ തവണ മാത്രം ഉപയോഗിക്കുക. അതേപോലെ റീയൂസ് ആവർത്തിച്ച് ഉപയോഗിക്കുക. ആൻഡ് റീസൈക്കിൾ അവയെ പുനഃചംക്രമണം നടത്തുക, മറ്റൊരു വസ്തുവാക്കി മറ്റൊരു ഉൽപ്പന്നമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ 4 മെത്തേഡുകളിലൂടെ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിന് കാരണമായി തീരുന്ന മലിനീകരണം പരമാവധി കുറയ്ക്കുവാനും അങ്ങനെ നമ്മുടെ പ്രകൃതിയെ പരമാവധി സംരക്ഷിക്കുവാനും നമുക്ക് സാധിക്കും. പക്ഷെ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. ഈ പറഞ്ഞ 3 റീസൈക്കിൾ എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ട ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. ഈ സിസ്റ്റം എന്ന് പറയുന്നത്, അഥവാ റീസൈക്ലിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവയെ തരംതിരിക്കുക എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാവട്ടെ, മറ്റുള്ള ഏത് ഗാർബേജുകളാകട്ടെ, ഏത് മാലിന്യങ്ങളാവട്ടെ, അവയെ വേർതിരിക്കുക എന്നുള്ളത്. ഈ ഒരു കാര്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ നാട്ടിലുള്ളവരും വളരെ ഈ ഒരു കാര്യത്തിൽ എന്താണ് പിന്നിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു വേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും നേരെ വീടിന് പുറത്തേക്ക് വലിച്ചെറിയും, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള തോട്ടിലേക്കോ പിന്നെ നദിയിലേക്കോ നമ്മൾ നേരിട്ട് വലിച്ചെറിയുക എന്നതല്ലാതെ അവയെ തിരിച്ച് സംസ്കരിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും ഒരുപാട് പിന്നോട്ടാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഏതെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഈ സിസ്റ്റം ഏറ്റവും കൃത്യമായി ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെ വ്യത്യസ്തങ്ങളായ ബാസ്ക്കറ്റുകൾ ഉണ്ടാകും. ഹസാർഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെ വേർതിരിക്കാൻ ഒന്ന്, ബയോഡിഗ്രേഡബിൾ ആയ സബ്സ്റ്റൻസുകളെ വേർതിരിക്കാൻ വേറൊന്ന്, അല്ലെങ്കിൽ ജസ്റ്റ് കത്തിക്കാൻ പറ്റുന്ന നമ്മുടെ പേപ്പർ പോലുള്ള മാലിന്യങ്ങളാണെങ്കിൽ അവയെ വേറൊന്ന്, ഇങ്ങനെ 3-4 തരങ്ങളാക്കി കാറ്റഗറൈസ് ചെയ്ത് ഈ പറഞ്ഞ സംഗതി കാറ്റഗറൈസ് ചെയ്താൽ മാത്രം പോരാ, അത് ജനങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു റീസൈക്ലിംഗ് എന്നുള്ള സിസ്റ്റം അവിടെ സക്സസ് ആകുന്നത്. അവിടെ ഈ പറഞ്ഞ ഭക്ഷണത്തിൻ്റെ ശേഷമുള്ള മാലിന്യങ്ങളാവട്ടെ, പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകളാവട്ടെ, എല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീസൈക്ലിംഗ് എന്നുള്ള പ്രോസസ്സ്, അവയെ മറ്റൊരു വസ്തുവാക്കി മാറ്റുക എന്നുള്ള പ്രോസസ്സ് വളരെ എളുപ്പത്തിൽ നമ്മുടെ നാടിന് സാധ്യമാകും. അപ്പോൾ നമ്മളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിൻ്റെ തുടക്കക്കാർ എന്നുള്ളത് സ്വയം തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ കേരളം ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമുക്ക് ഗാന്ധിജി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സാധനം, ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ദ വേൾഡ് സ്റ്റാർട്ട് വിത്ത് യുവർ സെൽഫ്. നമ്മൾ ലോകത്തെ മാറ്റിമറിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. അഥവാ ഇനി നമ്മുടെ വീട്ടിൽ ഒരു വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായി സംസ്കരിക്കാനും അവയെ കൃത്യമായി വേർതിരിച്ച് ആ രൂപത്തിൽ സംസ്കരണത്തിന് ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കണം. ഇത് നമ്മുടെ മക്കളെ നമ്മുടെ സ്കൂളിൽ വിദ്യാഭ്യാസത്തിലെല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ശുചിത്വമുള്ള ഒരു ലോകത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെയുള്ള കൊച്ചിയിൽ ഇപ്പോഴുണ്ടായ ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് തീർച്ചയായും മാറാൻ എന്ത് ചെയ്യണം? ഇനിയെങ്കിലും സാധിക്കണം. അതിന് അധികാരികളും നമ്മുടെ നാട്ടുകാരും ഒരുമിച്ച് ഇത്തരത്തിലുള്ള പരിശീലനവും ബോധവൽക്കരണവും നൽകിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. അത്തരത്തിലുള്ള നല്ല സംസ്കാരത്തിന്റെ ആളുകളായി മാറുവാൻ നാം പരിശീലിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് എത്തിച്ചെടുക്കുക. താങ്ക്